വെൽക്കം ടു സൂപ്പർ വാവന്റെ ഗോവൻ വ്ലോഗ് പാർട്ട് 3. ഇന്നത്തെ വ്ലോഗ് തുടങ്ങണ എന്നെ ബാത്റൂം മൂത്രയ്ക്കാൻ മുട്ടുണ്ടേ. അപ്പുറത്തോ ഗോവ ആയതുകൊണ്ട് ഏത് ബാത്റൂമിൽ പോയാലും അവിടെ ഹൗസ്ഫുള്ളാ. ഇന്ന് കജ്ജുവാ കയ്യാനായോ? ഗോവ ആയോണ്ടേ ഒരു ബാത്റൂം കൂടി കയറാൻ പറ്റില്ല മൂത്രയിക്കാൻ വേണ്ടിട്ട്. എല്ലാരും വിദേശ യാത്രക്ക് പോയി നമ്മൾ ഗോവ വന്നിട്ട് ഗോവ ഡയറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിന്റെ ഒരുപാട് ബഡ്ജറ്റ് ആയിട്ടും ബഡ്ജറ്റ് അല്ലാതെ നല്ല പാക്കേജുകൾ ചെയ്യും. ഗോവ എന്തെങ്കിലും പിക്കപ്പ് ആൻഡ് ഡ്രോപ്പും പിന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പിന്നെ നമുക്കൊരു സ്കൂട്ടി 3500 രൂപയുടെ പാക്കേജാണ് നമ്മളെടുത്ത്. സീസൺ മാറുന്നതിനനുസരിച്ച് പ്രൈസിലും ചേഞ്ച്. ഇപ്പൊ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി വരുന്ന മാസത്തിലേക്ക് ഈ പൈസ കിട്ടും. നമ്മൾ ബാഗിന്റെ അവിടെ പോയി കണ്ട ഒരു ചായപ്പീടെ തപ്പി ഇറങ്ങി നമ്മൾ ഓരോ മുളക് ബജി പിന്നെ ഓരോ വട പിന്നെ തിന്ന ഈ ഞണ്ടാണ് മുത്തേ ഏത് സാധനം റെക്കീഡിലും ടേസ്റ്റ്. ഇവിടെ ആണെങ്കിലോ വരുന്നോല് പോണോലൊക്കെ നമുക്ക് ഫൈൻ ഒന്നും കണ്ട ഇതിനാ പോലീസിനെ കുറ്റം പറയില്ല. തെറ്റിന് നമ്മളെ ബാഗ ബീച്ചിലാണ് ചെന്നപ്പോ സിനിമ കണ്ട ഗോവപ്പള കണ്ട ഓരോരോ മൂച്ചി പിരിയാന്തൊക്കെ നമുക്ക് അസുഖമായിട്ട് പറയുന്നല്ലോ. ഇതൊക്കെ കുറച്ച് പോവാ. ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് കടലിൽ പോണാണ് എസ്തെറ്റിക് അശ്വതി. ഇന്നിങ്ങൾ കാണാൻ പോണാണ് കൊലുസ് കെട്ടിയ സുവർണ്ണ സുന്ദരിനെ. കുറച്ചും കൂടിയാണ് എടുത്തു പോയേക്കുമ്പോഴാ മനസ്സിലായി അത് കൊലുസ് കെട്ടിയ ഒരു തള്ളേന്നൊന്നുമില്ല കാര്യം. അയക്കുടി പോണ ഭായിമാരൊക്കെ ഒന്ന് മോട്ടറാക്കി കണ്ടാണ് പല ജാതി മൂച്ചിപ്പിരാന്ന് കണ്ടിക്കണ ഇമാര് ഒരു ഐറ്റം ആദ്യം. ഈ ചങ്ങായി ഇന്നെ കണ്ട റിച്ച് ലുക്ക് ഉണ്ട്. ഇവിടെ കയറി ഒരു ഹുക്കൊക്കെ വലിച്ചിട്ട് പോയാൽ മതി. മോട്ടറാക്കിയപ്പോ പിന്നെ ഒന്നും നോക്കില്ല അത് കയറി. അങ്ങനെ സൺസെറ്റിന്റെ കൂടെ ഒരു ഹുക്കി വലിച്ചും കണ്ട് ഇനി ഇത് കണ്ട് വാപ്പുട്ടിന്റെ മകന് കഞ്ചാബാമെന്നൊന്നും പറയല്ലേ. ഇതൊക്കെ അറബികൾ വലിച്ചോണ്ട് സാധനം. സൺസെറ്റിന്റെ കൂടെ ഓലും അങ്ങനെ സെറ്റ് ആയിക്കണ്. മാസ് ബിജിഎം ഒക്കെ കേട്ടാ തോന്നുന്നു ആരെങ്കിലും തല്ലിങ്ങാട്ടില്ല വരാം. പക്ഷേ ഈ വരുന്നവന് രണ്ടെന്നും കണ്ട് വയറിളകി പണ്ടാറിറങ്ങി അവിടുത്തെ കക്കൂസിലാകെ എരപ്പാക്കിയിട്ടില്ല വരാം. ഗോവയിലെ രാത്രി കാഴ്ചകൾ പിന്നെ പറയണ്ടല്ലോ ബാക്കി നാളെ.